I am Sulfi. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞാനിപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ക്യാമ്പസിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ആ 3 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തേത് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് സെക്കൻഡ് ഇയർ വരെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് 13ഓളം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട് ഇവിടെ, 3500ഓളം ഹോസ്പിറ്റൽ ബെഡ്സ്, അതിന്റെ കൂടെ തന്നെ 450-ൽ പരം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജാണിത്. നമുക്ക് 2 ക്യാമ്പസ് ആണുള്ളത്. 2 ക്യാമ്പസിനും അടുത്തായിട്ട് നമുക്ക് 3 ഹോസ്റ്റൽസ് ആണ് വരുന്നത്. ഈ 3 ഹോസ്റ്റൽസിലായിട്ടാണ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് നിൽക്കുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് 3 ഹോസ്റ്റലുകൾ നമുക്ക് ഉള്ളത്. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ നമുക്ക് ഫിസിയോളജി, ഫാർമക്കോളജി, ബയോകെമിസ്ട്രി എല്ലാം നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. എല്ലാ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് നമുക്ക് തിയറി ആണെങ്കിലും ലാബ് ആണെങ്കിലും എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ടീച്ചിങ് വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ടീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നതും. ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. പിന്നെ അതിനൊപ്പം പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് ആണ്. ഉസ്ബെക്ക് ആളുകൾ, അവർ നമ്മളുമായിട്ട് ഭയങ്കര, നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളോടൊരു വലിയ കാര്യമാണ്. നമ്മളെ ആ ഒരു കെയർ ചെയ്യുന്നതും അവർ നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് തന്നെയാണ്. വേറൊരു കൺട്രിയിലും ഞാൻ ഇങ്ങനെ ആ ഒരു നമുക്ക് ഇന്ത്യൻസിനോടുള്ള ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. വന്നതിന് ശേഷം നാട്ടിൽ ഒരു ഫംഗ്ഷനും മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഓണം, ദീപാവലി, ബക്രീദ്, ഈദുൽ ഫിത്തർ ഒന്നും എനിക്കങ്ങനെ മിസ് ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മളിവിടെ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഒരുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കലുണ്ട്. ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഫുഡൊക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആയി. അപ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാനാണെങ്കിലും നമുക്ക് മാർക്കറ്റൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു പുറം നാട്ടിൽ വന്ന് ഭയങ്കര പൈസ ചെലവ് മുടക്കി നമുക്ക് വാങ്ങിക്കുന്ന പോലും തോന്നിയില്ല. എല്ലാം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പം നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോർ ഇല്ലെങ്കിൽ കൂടെ ഇന്ത്യൻ തിങ്സ് ഒക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ നാട് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് ട്രിവാൻഡ്രം, കൊച്ചി എല്ലാം അടുത്ത് തന്നെ ആയിരിക്കും. സോ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ കൊച്ചിയിൽ നിന്നായിരിക്കും കയറുന്നത്. ഫ്ലൈറ്റ് എനിക്ക് കൊച്ചിയിൽ നിന്നായിരിക്കും ഫ്ലൈറ്റ്. കൊച്ചി ടു ഡൽഹി, ദെൻ ഡൽഹി ടു താഷ്കണ്ട് ആണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത്. അത്ര ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ലേ ഓവർ ഒന്നും ഒരുപാട് വരുന്നില്ല. സോ എനിക്ക് ഒറ്റ ഇപ്പോൾ ഇൻഡിഗോ നമുക്ക് അവൈലബിൾ ആണ്. നാട്ടിൽ നിന്ന് ഇൻഡിഗോ അവൈലബിൾ ആണ്. സോ ഒറ്റ ഫ്ലൈറ്റ് തന്നെ നമുക്ക് താഷ്കണ്ടിലെത്തും. പിന്നെ താഷ്കണ്ടിൽ നിന്ന് ഫർഗാനയിലോട്ട് ബൈ റോഡ് ഒരു 5 hour അത്രയും ടൈം വരുന്നുള്ളൂ. അതല്ലാണ്ട് തന്നെ താഷ്കണ്ട് ടു ഫർഗാന നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്.